വിളിച്ചായിരുന്നോ? അതല്ല ചേച്ചി, പ്രശ്നം എന്താന്ന് വെച്ചാ എനിക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യണം. അതിന് എന്റെ കൂടെ ചേച്ചി നിൽക്കുവോ? ഓ ഇതായിരുന്നാ, ഇതിനാണ് നീ ഇത്ര ബിൽഡപ്പ് കൊടുത്തത്? പിന്നെ ചേച്ചി, കുറച്ച് സീരിയസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റാ. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ചെറിയ പേടി. ഞാൻ പറഞ്ഞ മണ്ടിയാണെന്ന്. പിന്നെ ഞാനെങ്ങനെ നിനക്ക് ധൈര്യം തരാ? മണ്ടിയാണെങ്കിലും എന്റെ ചേച്ചി ആയി പോയത്. എനിക്ക് വേറെ ആരെയും കൂട്ടുപിടിക്കാനില്ലല്ലോ എക്സ്പെരിമെന്റ് ചെയ്യാനൊന്നും. ചെറിയ ഹെൽപ്പിന് വേണ്ടിട്ടാ. നമുക്ക് ചെയ്യാൻ തുടങ്ങാം. എവിടെ വെച്ചിട്ട് ചെയ്യുന്നേ? എന്റെ റൂമിൽ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ. താങ്ക് യു ചേച്ചി. ഇതാ ചേച്ചി എന്റെ എക്സ്പെരിമെന്റ്. അല്ല, ഇതിലിപ്പോ എന്തിനാ എന്റെ ആവശ്യം എന്ന് പറ. അതിപ്പോ ചേച്ചി ഇതിലേക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടണം. അങ്ങനെ ഇട്ടാലോ? ശരിക്കും അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന പോലെ പൊട്ടിത്തെറിക്കേ. നീ എന്താടി എന്നെ കൊല്ലാൻ വന്നേക്കോണാ? ചേച്ചി ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവ വരുന്ന പോലെ ജസ്റ്റ് സ്പോയിൽ ആവും. ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് വെറുതെ നീ എന്നെ വിളിച്ചോടുന്നത് ഇതിന് വേണ്ടിട്ടായിരുന്നല്ലേ? ഇപ്പൊ മനസ്സിലായി എന്നെ എന്താ വിളിച്ചത്? കൊലക്ക് കൊടുക്കാനല്ലേ? ചേച്ചി അങ്ങനെയൊന്നും പറയില്ല. ചേച്ചി എന്നെ കൊലക്ക് കൊടുക്കോ? എനിക്ക് ചേച്ചി കൊണ്ട് ഒരു ഉപകാരം ഇല്ലെങ്കിലും ചേച്ചി എന്റെ ചേച്ചിയല്ലേ? എന്ന് കരുതി ഞാൻ നിനക്ക് വേണ്ടിട്ട് ഇതിലേക്ക് എന്താ പറഞ്ഞേ? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതെന്തോ സാധനം? അതിലിടണം, എന്നിട്ട് പൊട്ടിത്തെറിക്കണം. എന്നിട്ട് എന്റെ മുഖം മുഴുവൻ കേട് വരണം. പിന്നെ അല്ലെങ്കിൽ ഐശ്വര്യല്ലേ? നീ പറഞ്ഞത് ശരിയടി. എനിക്കാണ് ഐശ്വര്യ പോലെ ഉണ്ടോ? എനിക്ക് ചിലപ്പോഴേക്ക് തോന്നിയിട്ടുണ്ട് കണ്ണാടിയിലേക്ക് നോക്കുമ്പോ. ആണല്ലേ? അത് സത്യമാണല്ലേ? എനിക്ക് മനസ്സിലായത്. കളിയാക്കിയതെന്ന് പോലും മനസ്സിലാവാത്ത മണ്ടി ചേച്ചി. ഇതിന് എനിക്ക് പിടിച്ച് കയറിയാലോ? അതെ ചേച്ചി, ചേച്ചിയെ കാണാൻ ഐശ്വര്യ പോലെ തന്നെ ഉണ്ട്. താങ്ക് യു. ചേച്ചിക്ക് ഐശ്വര്യ പോലെ എത്ര ധൈര്യമില്ലല്ലോ? ഐശ്വര്യക്ക് ഭയങ്കര ധൈര്യമാണോ? പിന്നല്ലാതെ ഭയങ്കര ധൈര്യമാണേ. അത് തീയിലൂടെ നടന്നിട്ടുണ്ടാളെ. ചേച്ചിക്ക് അറിയോ? ചേച്ചി സിനിമ കണ്ടിട്ടുണ്ടോ? തീയിലൂടെ നടക്കുന്നത് അങ്ങനെയൊക്കെ സിനിമ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നാളെ കിടും. കണ്ടെന്ന് പറയാം. അതെ അതെ, ഞാനും കണ്ടിട്ടുള്ള സിനിമ. ചേച്ചി മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ, വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല. എന്താ നീ പറഞ്ഞേ? ഒന്നുമില്ല, ഞാൻ വിചാരിച്ചു ചേച്ചി സിനിമ കണ്ടിട്ടില്ലാന്ന്. അത് പറയായിരുന്നു. അപ്പൊ നീ എന്ത് പറഞ്ഞായിരുന്നു? എനിക്ക് ധൈര്യമില്ലാന്നാണോ? നിനക്ക് തോന്നുന്നതാ. എനിക്ക് നല്ല ധൈര്യ മോളെ. നീ ധൈര്യം കാണാത്തോണ്ടല്ലേ? ഓ പിന്നെ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൊണ്ട് അതിലുണ്ടായ ചേച്ചിക്ക് വയ്യ. അത് ഞാൻ പൊട്ടിത്തെറിച്ചെന്റെ മുഖത്തായല്ലോ. എങ്കിൽ ഐശ്വര്യ പോലെ ഇരിക്കുന്ന മുഖം കേടുവരില്ലേ? പപ്പടം പോലെ മുഖം ഇരിക്കുന്നത്. എന്നിട്ട് ഒരു അഹങ്കാരത്തിന് കുറവില്ല. എന്താന്ന് പറഞ്ഞേ? ഒന്നുമില്ല, ചേച്ചിയുടെ മുഖം പപ്പടം പോലെ പൊടിഞ്ഞു പോകും തൊട്ടാലേ. എന്നെ കാണാൻ ഇത്രയും ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങോട്ട് നീ ഇത്രയും കാലൊന്നും പറയായിരുന്നേ. അത് പിന്നെ ചേച്ചി, ഞാനത് പറയാൻ മറന്നു പോയതായിരുന്നു. ഇപ്പൊ എല്ലാം ഓർമ്മ വന്നു. വന്നോ തോന്നുന്നു. ചേച്ചി ബാ, നമുക്ക് പോയി നോക്കാം. ഇനിയിപ്പോ അവിടെ പോയി നോക്കണം. അതിന് ആവശ്യമൊന്നുമില്ല. ബാ ചേച്ചി, പോയി നോക്കിയേക്കാം. മുത്തശ്ശിയുടെ ചക്രമോളെ എന്താ കഴിച്ചു വരുന്നതിന് മുമ്പേ? ഓ മുത്തശ്ശൻ ചോറ് തിന്നടാ. അല്ല മോളെ, നിങ്ങളല്ലേ വൈകുന്നേരം വരുള്ളൂ എന്ന് പറഞ്ഞേ? വൈകുന്നേരം ഏട്ടന് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ കൂടുന്നാക്കി തന്നിട്ട് പോയി. ഏട്ടത്തി ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. അമ്മയ്ക്കൊക്കെ എന്നോട് വലിയ കാര്യ. അമ്മ എന്നെ കൊണ്ട് ഒരു ജോലി അവിടെ എടുപ്പിക്കാറില്ല. എനിക്ക് ജോലിക്ക് പോകാനുള്ളതല്ലേ മോളൊന്നും എടുക്കണ്ടെന്ന് പറയാം എൻ്റെ അടുത്ത്. എന്നാലും നമ്മൾ എടുത്തു കൊടുക്കണ്ടേ? നമ്മുടെ അമ്മായിമ്മയല്ലേ? അതെ, അങ്ങനെ വേണം അമ്മായിമ്മമാരെ. അതെ. ആ ചേച്ചി, അല്ല നീ അവർക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ലല്ലോ, എന്തെങ്കിലും കൊണ്ടുപോവാ. ഞാനും മറന്നു, കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ വേണം അമ്മായിമ്മമാരെ. ഇവിടുത്തെ അമ്മായിമ്മ അടിപൊളിയാണല്ലോ. ആന്റി, ആ മക്കളെ എവിടെയായിരുന്നു? എനിക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്യായിരുന്നു ഞങ്ങള്. ഓ വന്നല്ലോ ശല്യങ്ങള്. അങ്ങനെയൊന്നും സംസാരിക്കരുത്. അവർ നിന്റെ ചേച്ചിമാരാ, അത് മറക്കരുത് കേട്ടോ. അത് പിന്നെ എന്റെ മുത്തശ്ശിക്കേ ഞങ്ങളെ കണ്ണ് കണ്ടൂടാ. കണ്ണാടി ഇപ്പൊ വെക്കാറില്ലല്ലോ, അതുകൊണ്ടാ. മോളെ ഒന്നും വിചാരിക്കല്ലേട്ടോ, അവളെ അങ്ങനെയാ, മുഖത്ത് നോക്കി ഓരോന്ന് പറയും. അതൊന്നും കുഴപ്പമില്ലാണ്ടേ. ഞങ്ങൾ മുത്തശ്ശിയുടെ കയ്യിൽ ഇങ്ങനത്തെ ഓരോന്നും കേൾക്കുന്നല്ലേ. ഇതൊന്നും അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. അമ്മേ, ഞാൻ ചേച്ചിന്റെ അടുത്ത് പോട്ടെ. പൊന്നുസേ, ചേച്ചിമാരുടെ വേണ്ടതൊന്നും പറയരുത് കേട്ടോ, അവർ നിന്റെ ചേച്ചിമാരാ. പൊന്നുസേ, ചേച്ചിമാരെ നീ പേടിക്കണ്ട കേട്ടോ. നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞു. അല്ല പൊന്നുസ് എത്രയില്ല? നീയൊക്കെ എവിടുന്ന് ദേഷ്യം കൊണ്ടുവന്നത്? ഇപ്പൊ ഇവിടെ കണ്ടപ്പോ നിന്റെ മനസ്സ് മാറിയടി. നിങ്ങൾ കണ്ടിട്ട് 2ാം ക്ലാസ് പഠിക്കുന്ന പോലെയുണ്ട്. ഓ ഞാൻ 5th-ലും എന്റെ ചേച്ചി 7th-ലും. ഓ എനിക്ക് തോന്നുന്നു നിനക്ക് മുത്തശ്ശി പോലെ നല്ലതുപോലെ കണ്ണാട വെക്കേണ്ടിയിരിക്കുന്നു. കണ്ണ് കാണുന്നില്ല അല്ലേ? ഞാനൊക്കെ കണ്ണാട വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. നിങ്ങളുടെ കണ്ണാട വർക്ക് ചെയ്യുന്നില്ലേ? ഞാൻ ഉദ്ദേശിച്ചേ നിങ്ങൾ ഒന്ന് പൊക്കമില്ല. എനിക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒന്ന് പൊക്കമില്ലാത്ത കാര്യം. ഞാനേ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. എനിക്ക് നിങ്ങളെക്കാളും പൊക്കമുണ്ട്, എന്നെക്കാളും പൊക്കമുണ്ട്. സമ്മതിച്ചു. എന്റെ ചേച്ചിയെക്കാളും ഇല്ലല്ലോ. എന്തിനാ കൊച്ചിനോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന മിനി? കഴിഞ്ഞ നീ മേടിക്കൂട്ടോ മിനി. എന്റെ മുത്തശ്ശി ഇത്രയും വയസ്സായില്ലേ, നിനക്ക് കണ്ണാട വെച്ചൂടെ? ശരിക്കും കണ്ണ് കാണുന്നില്ലേ? അവിടെ തുടങ്ങിയതല്ല. ഞാനില്ല, നിങ്ങളൊക്കെ തുടങ്ങി വെച്ചത്. ഓ ഇപ്പൊ എല്ലാം എന്റെ തലയിലായോ? ഐ തിങ്ക് നമുക്ക് പരിചയപ്പെടാം. മൈ നെയിം ഈസ് വൃന്ദ. എന്നെ വീട്ടിൽ പൊന്നൂസ് എന്ന് വിളിക്കും. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നത്, പക്ഷെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയത്. ഐനി മിനി, ഈ മിനിയെ കൊണ്ട് എന്റെ പേര് ലച്ചു. ചോദിച്ചോ? അല്ല ഞാൻ പറഞ്ഞതാ. മുത്തശ്ശി ഇവരോടൊക്കെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. മുത്തശ്ശി ഫോണിലൂടെ എപ്പോഴും പറയാറില്ല ഇവർ ദുഷ്ടന്മാരാണെന്ന്. എനിക്ക് ഇവരെ ഇഷ്ടമല്ല. നിങ്ങൾ എപ്പോഴും എന്റെ മുത്തശ്ശിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതന്നെയാ. മോളെ നോക്ക്, മുത്തശ്ശി മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ? ആണോ മുത്തശ്ശി? എനിക്ക് എപ്പോഴാ തരാൻ പോകുന്നേ?
ആ അതെ, അവർ രണ്ടുപേരും ഉറങ്ങിന് ശേഷം ഞാൻ മോക്ക് തരാം. അവർ മുമ്പിൽ വെച്ച് മോക്ക് തരാൻ പറ്റത്തില്ല. അവരെ ഒരു പ്രാവശ്യം അത് കട്ടെടുത്തൂന്നേ. അവർ കട്ടെടുത്തും ചെയ്യൂലേ? ഞാൻ വിചാരിച്ചു ഒരു പാവം കാണുന്നേ. ഞാൻ വെറുതെ രാവിലെ ഒന്ന് ഷൗട്ട് ചെയ്തതായിരുന്നു. പിന്നെ കമ്പനി ഞാൻ വിചാരിച്ചായിരുന്നു. അപ്പൊ അവർ കട്ടെടുത്തും ചെയ്യൂലേ? എനിക്ക് വാങ്ങിയതൊക്കെ അവർ കഴിക്കുന്നു. അത് എവിടുത്തെ പരിപാടിയാ? ഞാൻ വന്നിട്ട് എല്ലാവർക്കും കൂടെ കഴിച്ചാൽ മതിയായിരുന്നല്ലോ. എനിക്ക് എന്റെ മുത്തശ്ശി കൊണ്ടുവന്ന മിഠായിക്ക് അവർക്ക് വേണോ അത്രേ. മുത്തശ്ശി അവർക്ക് കൊടുക്കാതെ എനിക്ക് മുത്തശ്ശി അവിടെ മുമ്പേ എനിക്ക് മിഠായി തരണം. ഓ ഇനിയിപ്പം അങ്ങനെ തരുന്നങ്ങാം അവരുടെ അമ്മ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അത് പിന്നെ മോൻ്റെ അടുത്ത് പറയും. പിന്നെ മോളുടെ വല്യച്ഛൻ മുത്തശ്ശിയെ വെറുതെ വിടുവോ? വെറുതെ മുത്തശ്ശിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ്റെ ചെലവിലല്ല മുത്തശ്ശിയൊക്കെ കഴിയുന്നേ. അവൻ പറയുന്നത് മുത്തശ്ശി കേട്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒരു മുമ്പെന്ന് എനിക്ക് തരാനാവില്ല. എന്താ മുത്തശ്ശി മോളും കൂടി ഇവിടെ ഇരുന്ന് പറയുന്നേ? അമ്മേ, അവളമ്മേ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഭയങ്കര പിടിവാശിക്കാരിയാ. എന്താ ബുദ്ധിമുട്ട്? എന്റെ കൊച്ചുമോള് ജനിച്ചന്ന് നീ പോയതല്ലേ, അവളെ കൊണ്ട് അങ്ങ് ഇറ്റലിയിലേക്ക്. പിന്നെ ഇപ്പോഴല്ലേ വരുന്നത്. എന്റെ കൊച്ചിനെ ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ. അതുപോലെയാണോ മോളെ ഇത് മോളെ എന്റെ കയ്യിൽ കിട്ടുകയല്ലേ. ഞാൻ അങ്ങ് സ്നേഹിക്കട്ടെ ഒന്ന്. ഒരുപാട് സ്നേഹിക്കണ്ട അമ്മേ. അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാത്തോണ്ടാ. നല്ല പിടിവാശിക്കാരിയാ. ഓ നിങ്ങളായി നിങ്ങളുടെ പാടായി. ഇപ്പോ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ. ആ ചേച്ചി ചായ കൊണ്ട് വന്നോ? അമ്മയ്ക്ക് മോക്കുള്ളത് ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ. അല്ല നീ ഇവൾക്ക് ചായ എടുത്തില്ലേ? എന്റെ പൊന്നൂസിന് നീ ചായ എടുത്തില്ലേ? എടുത്തല്ലോ. നിങ്ങൾക്ക് രണ്ടുപേരും കൂടി ഇല്ല. അമ്മേ, ഞാനും ചേച്ചിയും കൂടി ചായ കുടിച്ചതാ. ഓഹോ, അപ്പൊ എന്റെ മോളെ നീ അടുക്കളയിൽ ഇരുത്തി ചായ കൊടുത്തല്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. പിന്നെ നീ എന്റെ മോളെ അടുക്കളയിൽ ഇരുത്തി ചായ കൊടുത്തല്ലേ? അവളെന്താ വീട്ടിലെ വേലക്കാരി വല്ലതുമാണോ? വല്ലപ്പോഴും എന്റെ മോൾ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പൊ അവളെ അടുക്കളയിൽ എടുത്തിട്ടാണ് ചായ കൊടുക്കുക? അയ്യോ അമ്മേ, ഞാനും ചേച്ചിയെ നിർബന്ധിപ്പിച്ചത് നമുക്ക് രണ്ടുപേർക്കും കൂടി ഇരുന്ന് കുടിക്കാന്ന്. ഞാനും ചേച്ചിയും കൂടി ഇരുന്നിട്ടാ അടുക്കള ഇരുന്ന് ചായ കുടിച്ചത്. ഞങ്ങൾക്ക് കുറച്ച് വർത്തമാനമൊക്കെ പറയാനുണ്ടായിരുന്നു. ഓഹോ, നീ അപ്പൊ അമ്മയെ കാണാൻ വന്നതല്ല. നിനക്ക് നിന്റെ നാത്തൂനാണ് പ്രധാനം അല്ലേ? പൊന്നു, ചെറിയ വായല് വലിയ വർത്താനം പറയുന്നത് നിന്നോട് എപ്പോഴും ഞാൻ പറയാറുണ്ട്. വലിയവർ സംസാരിക്കുന്നേ കണ്ടില്ലേ? അതിനിടെ നിനക്കെന്താ കാര്യം? അമ്മേ, ഈ ചായ കുടിക്കേ. ഓ എനിക്കൊന്നും വേണ്ട. എനിക്ക് ഇതിലേറെ സ്വാദിഷ്ടമായ ചായ ഉണ്ടാക്കാൻ അറിയാം. കാരണന്മാർക്ക് നല്ല കൈപ്പുണ്യ. അതുകൊണ്ട് എനിക്ക് തന്നു ആ കൈപ്പുണ്യം. ഓഹോ, അങ്ങനെയാണോടി? അങ്ങനെ അമ്മ ഇത് കുടിക്ക്. മോള് പറയുന്നത് കേട്ടില്ലേ, അടിപൊളി ചായയാണെന്ന്. അതെ അമ്മേ, എന്റെ ചായ അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞില്ലേ? ഇനി നമുക്ക് കുടിച്ചില്ലേ? ഇവിടെ എന്താ പ്രശ്നം? ഓഹോ, എല്ലാവരും പറയുന്ന പോലെ നിന്റെ ചായ അടിപൊളിയാണെന്നാണോ നിന്റെ വിചാരം? നിന്നെക്കാളും നന്നായിട്ട് എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാലോ. എന്നിട്ട് ഇത്രയും കാലം എന്റെ മുത്തശ്ശി എന്തുകൊണ്ടാ ഇവിടെ ചായ ഉണ്ടാക്കാതിരുന്നേ? അപ്പൊ അത് ശരി, അമ്മ ഇവിടെ ചായ ഒന്നും ഉണ്ടാക്കാറില്ലേ? പൊന്നാന്റി, നിങ്ങളുടെ അമ്മ അടുക്കള കേറലേ ഇല്ല. ഓ, എന്തായാലും നിന്റെ അമ്മയെക്കാളും നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്കറിയാം. ആണോ? എന്നാ മുത്തശ്ശി തെളിയിക്ക്. എന്തിന്? എന്താ മോളെ പറഞ്ഞിരുന്നത്? തെളിയിക്കെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷനോ? ആന്റി, you got it. Yes, ഒരു കോമ്പറ്റീഷൻ. ഞാനും അത് ചിന്തിച്ചു, ഒരു കോമ്പറ്റീഷൻ. ഏതായാലും കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്ന ആൾക്ക് എന്റെ വക ഒരു സമ്മാനമുണ്ട്. ഏയ്, ഞാനൊന്നുമില്ല. പാചക മത്സരത്തിനോ? അതമ്മേ, പാചക മത്സരം. അതെ, മുത്തശ്ശിയുടെ കഴിവിൽ ഭയങ്കര കോൺഫിഡൻസ് അല്ലേ? ഒരു പാചക മത്സരം വെക്കുന്നേ. ഏയ് അമ്മേ, അമ്മേനെ കൂടെ ഞാൻ മത്സരിക്കില്ല. ഞാൻ മത്സരിക്കാനില്ല. കമ്മോൺ അമ്മേ, ട്രൈ ചെയ്ത് നോക്ക്. ജസ്റ്റ് ഒരു ഫണ്ടിന്. അമ്മ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലേ? എന്റെ പൊന്നു മോളെ, ഈ മത്സരത്തിൽ ജയിക്കാൻ പോകുന്നത് നിന്റെ അമ്മ തന്നെയാ. പക്ഷേ അതിന് മുമ്പ് കുറച്ച് ബിൽഡപ്പ് പറയണം. പറയാണ്ടിരുന്നല്ലോ. ചാടി കയറി മിസ് പറഞ്ഞാലേ നിന്റെ അമ്മയുടെ വില അങ്ങ് പോകും മോളെ. അപ്പൊ അമ്മേ, ഞാനെന്ത് ചെയ്യണ്ടേ? അമ്മ നല്ലോണം നിർബന്ധിക്കണോ? അതിന് മുമ്പ് എന്റെ മുത്തശ്ശി പാചക മത്സരത്തിൽ മിസ് പറയട്ടെ. എന്നെ അമ്മ പറയാം കേട്ടോ മോളെ? ഓക്കേ അമ്മേ. എന്തായിരുന്നു അവിടെ ഒരു സ്വകാര്യം? ഞാൻ മോളോട് പറയായിരുന്നേ അമ്മയ്ക്ക് മത്സരിക്കാൻ മടിയാണെന്ന്. എനിക്ക് തോന്നുന്നു മുത്തശ്ശി മത്സരിക്കാതെ തോറ്റു പോകുന്നുള്ള പേടിയുണ്ടെന്നാ. മോളെ, അത് വേണോ? ആ, ഞാനും പങ്കെടുക്കാം. അങ്ങനെ തരാമേ, ഇത് കാർഡ് സ്പിരിറ്റിൽ എടുത്താൽ മതി. ആൾക്കാർ അമ്മ ചായം കുടിച്ചേ. നമുക്ക് മത്സരമായിട്ട് കാണിച്ചു കൊടുക്കാനേ ആരുടെ ചായ കൂടുതൽ ബെറ്റർ? ആന്റി, ആക്ച്വലി സോറി, എനിക്ക് ആന്റിയുടെ ഭാഗം നിൽക്കാൻ പറ്റില്ല. ഞാൻ മുത്തശ്ശിയുടെ സൈഡാ. ആന്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോക്കി സൈഡ് നിൽക്കാട്ടോ. ആന്റിക്ക് അങ്ങനെ പ്രശ്നമില്ല. മോള് മുത്തശ്ശിയല്ലേ, മോള് മുത്തശ്ശിയുടെ കൂടെ തന്നെ നിൽക്കണം. അതാദ്യം ശരി. ഓ, എന്റെ ഭാഗത്ത് നിൽക്കാൻ എന്തിനാ അവളുടെ സമ്മതം നീ ചോദിക്കുന്നേ? എന്ന് വെച്ചാ ആന്റി ഒരുപാട് ഇഷ്ടപ്പെട്ടോന്നേ. ആന്റി ഒരു പാവാണെന്നേ. ഓ അമ്മേ, ഈ ചായ ഒന്ന് കുടിക്കാൻ പറ്റുമോ? നിങ്ങൾ മുത്തശ്ശി മോള് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുന്ന നേരമൊക്കെ ഞാൻ ഈ ചായ പിടിച്ചോണ്ട് നിൽക്കുവാ. ഒന്ന് വാങ്ങിക്കമ്മേ.
എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ മോളെ. മുത്തശ്ശി പ്ലീസ്. ഓ ഈ കൊച്ചിനെ കൊണ്ട്. അല്ല മുത്തശ്ശിക്ക് വേണമെങ്കിൽ ഞാൻ കുടിക്കാലോ. ആക്ച്വലി ഞാൻ പഠിച്ചിട്ടില്ല എന്താണെന്നറിയോ, ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ല നമ്മൾ കഴിക്കേണ്ടത്. നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം കഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് ഇഷ്ടപ്പെടില്ല. നമ്മുടെ ബോഡി ഇഷ്ടപ്പെടാത്തൊരു വസ്തു എങ്ങനെ നമ്മൾ കഴിക്കാം? അല്ല മോളെ, ഞാൻ ഒരുപാട് പഠിച്ചതാ, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ലല്ലോ. ആ അതെങ്ങനെ കേൾക്കാനാ? ഈ മുത്തശ്ശി ഇത്രയും കാലം എന്റെ അമ്മയുടെ ചായ കുടിച്ചതായിരുന്നു. ഇപ്പൊ നിങ്ങളൊക്കെ കണ്ടപ്പോ ചായ വേണ്ടാത്ര. ഇനി കുടിക്കണ്ട, ഇനി മുത്തശ്ശി തന്നെ വെച്ചോളം ചായ. ഇനി എന്റെ അമ്മ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരാൻ പോകുന്നില്ല. അയ്യോ മോളെ, നീ എന്തിനാ മുത്തശ്ശിയുടെ കയ്യിൽ ചായപ്പത്തി വാങ്ങിയത്? ഓ അങ്ങനെയാണോ? അപ്പോ നിന്റെ ഭാഗത്ത് ശരിയുണ്ട്. ഓ എന്താ ഇതമ്മേ, ഇവരെന്താ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ചായക്ക് തട്ടിപ്പറിക്കുന്നേ? അല്ല, അമ്മയ്ക്ക് ഞാൻ കുറെ നേരമായി നീട്ടുന്നു, ഇപ്പോഴമ്മ വാങ്ങിയത്. അതും ഒരു പോയിന്റാണ്, മോള് പറഞ്ഞാലും കാര്യമുണ്ട്. യാ മിനി മോള് പറഞ്ഞാലും കാര്യമുണ്ട്. അല്ല എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ പോകുന്നു കേട്ടോ. മുത്തശ്ശിക്ക് ചായ വേണമെന്നുണ്ടോ? വേണം ഞാൻ തരാട്ടോ. പിന്നെ നമുക്ക് കോമ്പറ്റീഷൻ വൈകുന്നേരം തന്നെ ആക്കാട്ടോ. അടിപൊളി ചായ. വാവ് വായിട്ടുണ്ടമ്മേ. ഇന്നെന്ത് സ്പെഷ്യൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഇന്ന് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. നീ കൂടെ നടന്നേ. മുത്തശ്ശി എന്തോന്ന് ക്യാരക്ടർ ഇവന്റേത്? എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ മിനിയെ. ഓ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്തിനാ അവരുടെ മുന്നിൽ നിന്ന് എന്നെ പാചക മത്സരത്തിൽ പ്രേരിപ്പിച്ചത് മോളെ? മുത്തശ്ശിയല്ലേ പറഞ്ഞത് നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ടന്നെ. ഓ എനിക്ക് ഏതായാലും അവളെ കൈ നന്നായി ഉണ്ടാക്കാനൊന്നും അറിയില്ല. അപ്പൊ മുത്തശ്ശിയല്ലേ പറഞ്ഞത് അവർക്ക് നന്നായി ഉണ്ടാക്കാൻ അറിയാമെന്ന്? വെറുതെ പറഞ്ഞതായിരുന്നല്ലേ? നാണം കെടുത്താനായിട്ട്. മോളെ നീ അങ്ങനെ പറയരുത്. പിന്നെ മുത്തശ്ശി പിന്നെ എന്തിനാ കഥ പറയാൻ തന്നെ? അറിയില്ലെങ്കിൽ അറിയില്ല പറഞ്ഞ പോലെ. ഓ അപ്പൊ അങ്ങനെ പറയാൻ തോന്നി മോളെ, നീ എന്നെ വല്ലാത്ത പെടുത്തിയത്. ഓ പോരാത്തന്നെ മിനിയുടെ ഷോ കാണാൻ വയ്യ. മിനിന്റെ ഷോ അങ്ങനെ പറഞ്ഞ എന്താ മോളെ? മനസ്സിലായില്ല. ഓ എന്റെ മുത്തശ്ശി മിനി കാട്ടിക്കൂട്ടി കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ വയ്യ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചേ. അന്ന് മുത്തശ്ശി പറഞ്ഞ മനസ്സിലായില്ല. ഓൾഡ് ജനറേഷൻ. ഓ എന്തായാലും മോളെ നീ എന്നെ വല്ലാത്ത പെടുത്തിയത്. എനിക്കൊരു കുന്തവും ഉണ്ടാക്കാൻ അറിയത്തില്ല അവളെ പോലെ. അവൾക്ക് നല്ല സ്റ്റൈലിൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. ഇനി എന്ത് ചെയ്യും മുത്തശ്ശി? മത്സരം തോറ്റുപോയാൽ നാളെ കയറും ആ മിനിയുടെ മുന്നിൽ. അതെ എന്ത് ചെയ്യാനാ, ഞാൻ ഇല്ലാന്ന് പറഞ്ഞതായിരുന്നല്ലോ, മോളല്ലോ ഒക്കെ കൊളാക്കിയത്. ഓ പറ്റിപ്പോയി മുത്തശ്ശി. അതിനാണ് എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട്, ബട്ട് അതൊരു ചതിയായിരിക്കും. അങ്ങനെ പറഞ്ഞ മോളെ, എങ്ങനെ ചതി? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞതാ. എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട്. ഓ ഞാൻ ജയിക്കും അതിലേ. പ്രതീക്ഷിക്കാം.